ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ടൊരു തോരൻ വെച്ചാലോ. ക്യാരറ്റും സവാള ഉള്ളിയും കൂടെ നമുക്ക് ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കാമേ. ഇതാ ഞാനിങ്ങനെ ചെറിയ പീസായിട്ടാണ് ഇത് അരിഞ്ഞെടുത്ത്. അതിന് ശേഷം നമുക്ക് പാൻ വയ്ക്കാം, എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കാം. അതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചക്കറി ഇട്ട് വഴറ്റാം, എന്നിട്ട് അടച്ചു വെക്കാം. അതിന് ശേഷം ഇനി നമുക്ക് 2 സ്പൂൺ തേങ്ങ, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്, കരിവേപ്പില ഇതെല്ലാം കൂടെ ചതച്ചുകൊണ്ട് വരും. അപ്പോഴത്തേക്ക് നമ്മൾ വെച്ചിരുന്ന ഈ പച്ചക്കറി എല്ലാം നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. നമ്മൾ ഈ ചതച്ചുകൊണ്ട് വന്ന മിശ്രിതവും അല്പം കരിവേപ്പില, പിന്നീട് ഞാനിടുന്ന സ്വീറ്റ് കോണാണ്. ഇതും കൂടെ കുറച്ച് നമുക്ക് അതിനകത്തോട്ട് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിനിടാം, എത്ര വേണമെന്ന് നമ്മളുടെ ഇഷ്ടം. ഉപ്പിട്ട് കൊടുക്കുക, വീണ്ടും അതൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ടെല്ലാം ഇളക്കി കഴിഞ്ഞപ്പോഴാണ് മഞ്ഞൾപ്പൊടി ഇട്ടില്ല എന്ന് ഓർത്ത്. അപ്പോൾ ഇനി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി വെള്ളം ഒഴിക്കാതെ നമുക്ക് അടച്ച് വെച്ച് ഒരു 5-10 സെക്കൻഡ് ആവിയിൽ വേവിച്ചെടുക്കാം. ഇത് 5-10 സെക്കൻഡിന് ശേഷം നമുക്ക് തുറന്ന് നോക്കിയിട്ട് അല്പം കുരുമുളക് പൊടി, ഒരു 1/2 സ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. വീണ്ടും ഇത് നന്നായിട്ട് ഒന്നുകൂടെ നമുക്ക് ഇളക്കാം. ഇളക്കിയതിന് ശേഷം എനിക്ക് ഉപ്പിൻ്റെ കുറവുണ്ട്, ഞാൻ അല്പം ഉപ്പും കൂടി ഇട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുത്ത്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ക്യാരറ്റ് സ്വീറ്റ് കോൺ തോരൻ തയ്യാറായി. എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ പറയണം.